കേരള സ്റ്റോറിയുടെ ഹെയ്റ്റ് പ്രൊപ്പഗാൻഡ പൊളിച്ച് ശ്രീദേവ് നമ്പൂതിരിയും ലക്ഷ്മി മേനോനും. കേരള സ്റ്റോറി 2 എന്ന കേരളത്തെ അപമാനിക്കുന്ന, മുസ്ലിം സഹോദരങ്ങളെ അധിക്ഷേപിക്കുന്ന, ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന പ്രൊപ്പഗാൻഡ സിനിമയ്ക്കെതിരെ ഏറ്റവും നല്ല പ്രതികരണങ്ങൾ വന്നത് ശ്രീദേവ് നമ്പൂതിരിയുടേതും ലക്ഷ്മി മേനോന്റേതുമാണ്. മുസ്ലിം സഹോദരങ്ങൾ കേസ് കൊടുക്കുന്നതിന് ഒരുപക്ഷെ അവർക്ക് വേദനിച്ചുകൊണ്ട് ഒരു കേസ് കൊടുക്കാൻ ചിന്തിച്ച് കാണാം, പല കാര്യങ്ങളും ചിന്തിച്ച് കാണാം. പക്ഷേ ആദ്യമായി കേസ് കൊടുത്തത് ശ്രീദേവ് നമ്പൂതിരി എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഹൈക്കോടതിയിൽ നല്ല അഭിഭാഷകയെ, മൈത്രി എന്നാണ് അവരുടെ പേര്, ആ അഭിഭാഷകയെ കോണ്ടാക്ട് ചെയ്ത് ഹൈക്കോടതിയിൽ കേസ് രേഖപ്പെടുത്തുകയും ചെയ്തു. ശക്തമായ ഒരു അഫിഡവിറ്റ് ആണ്, ഞാനത് മുഴുവൻ വായിച്ചു. വളരെ ശക്തമായൊരു റെപ്രസെന്റേഷൻ കൊടുക്കുകയും ചെയ്തു. ഞാൻ അഡ്വക്കേറ്റിനോട് സംസാരിച്ചു. ശ്രീദേവിന് പൊതുമാധ്യമങ്ങളിലും വരാൻ വലിയ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇതൊരു റെപ്രസെന്റേഷണൽ ഇമേജ് ആണ്. ശ്രീദേവ് നമ്പൂതിരി എന്നുള്ള ഒരു 26 വയസ്സേ ഉള്ളൂ, ഒരു യങ് ബോട്ടണിസ്റ്റ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മിടുക്കനായ ആ യുവാവിന് പ്രണാമം അർപ്പിക്കുന്നു വിത്ത് ദിസ് റെപ്രസെന്റേഷണൽ പിക്ചർ. ഇത് നമ്മുടെ ലക്ഷ്മി മേനോനാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖ വ്ലോഗർമാരിൽ ഒരാളാണ്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീഡിയ പേഴ്സണാലിറ്റീസിൽ ഒന്നായ ശ്രീ മിഥുൻ രമേശ്, അദ്ദേഹത്തെ 10-20 വർഷമായിട്ട് എനിക്കറിയാം. ശ്രീ മിഥുന്റെ വൈഫാണ്. ദുബായിലുള്ള മലയാളികൾക്കും നമ്മുടെ നാട്ടിലെ മലയാളികൾക്കും ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും നന്നായി സംസാരിക്കുന്ന, രസകരമായി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ് മിഥുൻ. അപ്പൊ ലക്ഷ്മി മേനോന്റെയും റെസ്പോൺസ് ഗംഭീരമായിരുന്നു. ലക്ഷ്മി മേനോന്റെ ആ വ്ളോഗ് നമുക്കൊന്ന് കാണാം. കാരണം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മുടെ നാടിന്റെ ഐക്യവും ഒരുമയും ഒക്കെ ഊട്ടി ഉറപ്പിക്കുന്നത്. ഒരു മടിയും മയവും ഇല്ലാതെ പച്ചക്കള്ളവും വൃത്തികെട്ട പ്രൊപ്പഗാൻഡയും പറയാൻ മടിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോ അവർക്ക് ശക്തമായ രീതിയിൽ ഒരു മറുപടി കൊടുക്കാൻ കഴിയും. ആ ശക്തമായ രീതി രണ്ട് മൂന്ന് രീതി ചെയ്യാം. ഒന്നെങ്കിൽ വളരെ ഗൗരവമായിട്ട് അതിന്റെ രാഷ്ട്രീയം വിമർശിക്കാം, അല്ലെങ്കിൽ അതിന്റെ തമാശ എടുത്ത് ട്രോൾ ചെയ്ത് അതിലെ കള്ളത്തരത്തെ പൊളിച്ചെടുക്കാം. ഇപ്പൊ ലക്ഷ്മി ചെയ്യുന്നത് നമുക്ക് നോക്കാം, രസകരമായിട്ടുണ്ട്. ട്രെയിലർ നമ്മൾ കണ്ടു കാണും. ഒരു കുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കൊടുക്കാണ്, വായിൽ കയ്യും കാലൊക്കെ പിടിച്ചിട്ട്. പണ്ട് എന്റെ അമ്മേനെ കഫ് സിറപ്പ് എന്നതാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഇതൊരു പ്രൊപ്പഗാൻഡയ്ക്ക് എടുക്കുന്ന ഒരു മൂവി ആണെങ്കിലും നമുക്ക് നാഷണൽ അവാർഡൊക്കെ വാങ്ങാണതല്ലേ, കുറച്ചുകൂടെ വൃത്തിക്കെടുക്കായിരുന്നു. I love the audacity of that Northeast Sanghi to create a scene like this and lecturing us that we Keralites are in trouble. We are not in trouble. We are the trouble. Don't trouble the trouble. If you trouble the trouble, trouble troubles you. I'm not the trouble. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് അവരങ്ങനെ ചിലപ്പം ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കില്ല. ആ കുട്ടിക്ക് അങ്ങനെ ബീഫ് കൊടുത്താൽ ആരായാലും കഴിക്കുമോ? ഒന്നുകിൽ പൊറോട്ടയുടെ കൂടെ കഴിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു പഴംപൊരിയെങ്കിലും വേണം. പിന്നെ നമ്മുടെ നാട്ടില് കൊളസ്ട്രോൾ കൂടി വരികയാണല്ലോ, അതിനെ കുറിച്ച് ആലോചിച്ചായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ ഒരു സീൻ ഇറക്കിയത്. ആയിക്കൂടാതില്ലല്ലോ. സിനിമ എടുക്കുന്നതിന് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ബ്രാൻഡിങ് എ ഫിക്ഷൻ ആസ് എ ലൊക്കേഷൻ സ്പെസിഫിക് ട്രൂത്ത് ക്രിയേറ്റ്സ് എ മിസ്ലീഡിംഗ് ഇമേജ്. പ്ലീസ് നോട്ട് ദാറ്റ്. കഴിക്കാത്ത ആൾക്കാരെ അറിയുമോ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മ ബീഫ് കഴിക്കില്ല, പോർക്ക് കഴിക്കില്ല, ഞാൻ ഇതൊക്കെ കഴിക്കാറുണ്ട്. അപ്പൊ ഞങ്ങള് കാലത്ത് രാവിലെ എനിക്ക് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും മുൻചാണ്ടും കൂടി കരാമയിലുള്ള ആരാമത്തിലത്തെ പൊറോട്ടയും ബീഫും കഴിക്കാനാണ് പോവാറുള്ളത് മെയിനായിട്ട്. പിന്നെ ഇതുപോലെ കേരളത്തിൽ ഫ്രീ ആയിട്ട് വയൽ കുത്തിക്കേറ്റ് ബീഫ് തരുന്ന സ്ഥലമുണ്ടെങ്കിൽ ദയവായി പറഞ്ഞു തരണം. ഞങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇല്ലാതെ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിരിക്കുക. അതാണ് ഞങ്ങൾ മലയാളീസ്. ഇതൊന്നും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. സോറി. കേരള സ്റ്റോറിയുടെ ട്രെയിലർ വെരി നൈസ്. ലക്ഷ്മി ഏറ്റവും മനോഹരമായി പറഞ്ഞു. ആ രീതിയിൽ ഒന്നെങ്കിൽ വളരെ സീരിയസ് ആയി ഇതിന്റെ രാഷ്ട്രീയത്തെ, ഇതിന്റെ ഗോഡ്സേവാദ രാഷ്ട്രീയത്തെ അനലൈസ് ചെയ്ത് അതിനെ രാഷ്ട്രീയപരമായി, സാമൂഹികമായി, സാമുദായികമായി നന്മയുടെ അടിസ്ഥാനത്തിൽ ഗാന്ധിയൻ പാതയിൽ എതിർക്കുക, അല്ലെങ്കിൽ ലക്ഷ്മി മേനോൻ മുമ്പോട്ട് വെച്ചതുപോലെ രസകരമായ ഇതിൽ എതിർക്കുക. ഏകദേശം മില്യൺസിലധികം വ്യൂ പോയി, 185,000 ലൈക്കും കാര്യങ്ങളും ഉണ്ടായി. അത് മലയാളിയുടെ നന്മയാണ്, നല്ല ഇന്ത്യക്കാരുടെ നന്മയാണ്. ഇന്ത്യയിൽ ഏതൊരു ഭാഗത്തുള്ളവനും നന്മയുള്ളവന് ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയും. രണ്ട് രീതി തോന്നുന്നു. എനിക്കത് കണ്ടപ്പം, ആ ട്രെയിലർ കണ്ടപ്പോൾ രക്തം തിളക്കിയാണ് ഉണ്ടായത്. എന്തൊരു കള്ള പ്രചരണമാണ്, അതായത് എന്തൊരു അർബൻ നാസി പ്രചരണമാണ് ഇത്. അതാണ് ഒന്ന്. ഒന്നെങ്കിൽ ദേശീയത്തിന്റെ ധാർമ്മിക രോഷത്തിന്റെ പാതയിൽ, അല്ലെങ്കിൽ ഹാസ്യത്തിന്റെ പാതയിൽ. ഞാനൊക്കെ പ്രതികരിച്ചതിനെക്കാട്ടി നല്ല പ്രതികരണമായിരുന്നു ലക്ഷ്മി മേനോന്. അതിന് ലക്ഷ്മി മേനോന്, മിഥുൻജിക്ക്, നമ്മുടെ ശ്രീദേവ് നമ്പൂതിരി അടക്കമുള്ള എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തീവ്ര ഹിന്ദുത്വ, തീവ്ര ഗോഡ്സേവാദ ലൈൻ ഉള്ളവരെ എതിർക്കേണ്ടത് നമ്മൾ ഓരോ ഹിന്ദുക്കളുടെയും വിശ്വാസികളല്ലാത്തവരുടെയും ഇന്ത്യക്കാരുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. ഇത് വളരെ ചീപ്പ് ആൻഡ് വൾഗർ പ്രൊപ്പഗാൻഡയാണ്. അതിനെതിരെ അതിശക്തമായ രീതിയിൽ പ്രതികരണം നടത്തിയ, ഏറ്റവും മികച്ച പ്രതികരണം എനിക്ക് തോന്നുന്നു ലക്ഷ്മി മേനോന്റെയാണ്. ആ പ്രതികരണം നടത്തിയ ലക്ഷ്മി മേനോൻ അടക്കമുള്ള ആൾക്കാർ
എന്താ അഭിനന്ദനം അർഹിക്കുന്നു. ആൾക്കാർ ഇഷ്ടമുള്ളത് കഴിക്കട്ടെ. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നല്ല, എന്തെങ്കിലും കഴിച്ചോ നമ്മുടെ ജനത എന്ന് അന്വേഷിക്കലാണ് പ്രധാനം എന്ന് പറയാറുണ്ട്. അതായത് എന്ത് കഴിച്ചു എന്നുള്ളതല്ല, എന്തെങ്കിലും കഴിച്ചോ, ആ വിശപ്പ് മാറ്റാനുള്ള ആഹാരമാണ് പ്രധാനം. ആ ആഹാരത്തിന്റെ പേരിൽ ആൾക്കാരെ തല്ലിക്കൊല്ലുന്നതും പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുന്നതുമല്ല. അപ്പൊ ശ്രീദേവ് നമ്പൂതിരിക്കും ലക്ഷ്മി മേനോനും സല്യൂട്ട്.